പണ്ടെല്ലാം കേൾക്കുന്നതൊക്കെയാണ് ഇപ്പൊ റീവൈൻഡ് ചെയ്ത് വരുന്നത്. അപ്പം ചില സമയത്ത് ചില അക്ഷരപ്പശകളും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും. രത്നമാലയായിരുന്നു വാമന അവതാരത്തില് വാമനദേവനെ കാണാൻ വേണ്ടിയിട്ട് ഭാര്യയും വരുന്നുണ്ട്, മകളും വരുന്നുണ്ട്. മകള് ശരിക്കും ആ സൗന്ദര്യത്തില് ആകൃഷ്ടനാവുന്നു. അങ്ങനെ മകള് ചിന്തിക്കും, എനിക്കൊരു പുത്രൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇതേപോലെ കോമളനായ മനോഹരമായ ഒരു പുത്രനെ എനിക്ക് കിട്ടണമേ, എനിക്ക് ഇതേപോലെ ഒരു കുഞ്ഞിന് പാല് കൊടുക്കാൻ സാധിക്കണമേ എന്ന് ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആ പൂതനയുടെ ജന്മത്തിലും ഭഗവാൻ കേൾക്കാതിരുന്നില്ല. ഭഗവാൻ അതിനും ആ ആഗ്രഹവും സാധിച്ചു കൊടുത്തിട്ട് മോക്ഷം കൊടുത്തു. എത്ര കാരുണ്യവാനാണ് നമ്മുടെ ഭഗവാൻ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. എത്ര കാരുണ്യവാനാണ്. കൊല്ലാൻ വരുന്നവരെ കൂടി അനുഗ്രഹം കൊടുത്തു വിടുന്നു. അതില് കംസൻ അയക്കുന്ന എല്ലാ അസുരന്മാരെയും, എല്ലാ അസുരന്മാർക്കും ഭഗവാൻ മോക്ഷം കൊടുക്കുകയാണ്. അത് വേറൊരു കഥയാണ്, ഒരുപാട് പറയാനുണ്ട്. അപ്പം നാരദ മഹർഷിയോട് ബഹുലേശ മഹാരാജാവ്, ഭഗവാന്റെ വലിയൊരു ഭക്തനാ, ചോദിക്കുന്നുണ്ട്, ഇത്രയധികം അവരെന്ത് പുണ്യം ചെയ്തിട്ടാണ് ഈ അസുരന്മാർക്കെല്ലാം ഭഗവാൻ മോക്ഷം കൊടുക്കുന്നതെന്ന് ചോദിച്ചിരിക്കുന്നത്. അത് പിന്നീട് ഒരിക്കലും പറയുന്ന സമയമില്ല. ഓക്കെ, ഇന്ന് നമ്മൾ നേരെ ഭഗവത്ഗീതയിലോട്ട് വരികയാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഏത് ശ്ലോകമാണ് നിർത്തിയത് നമ്മള്? 26. 26. ശുശുരാൻ സുഹൃദൈശ്വ സേനയോരുഭയോരപി. ഏതാ? 26 തന്നെ. 26ഉം 27ന്റെ 2 ലൈൻസും പറഞ്ഞു. 26 ആണ് നമ്മൾ എടുത്തത്. തത്ര അവശ്യ സ്ഥിതാൻ പാർത്ത പുതുമതല്ലേ? 26 പറഞ്ഞു. 26 26 7 26 27 28 29 31. നമുക്ക് ഒരൊറ്റ പോയിന്റ് അതിനകത്ത് വരുന്നുള്ളൂ. പെട്ടെന്ന് വായിച്ചു പോകാൻ പറ്റുന്ന ശ്ലോകങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ശ്ലോകം വായിച്ച് ചൊല്ലിയിട്ട് അതിന്റെ അർത്ഥം പറഞ്ഞ് അതിന്റെ ഒരു ഫർദർ എക്സ്പ്ലനേഷൻ നോക്കിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് വായിച്ചു പോകാൻ പറ്റും. 30ാമത്തെ ശ്ലോകം വരെ, 31ാമത്തെ ശ്ലോകം വരെ നമുക്ക് വായിച്ചു പോവാണ്. അതിന്റെ ആ 26, 27, 28, 29, 30 ഇത്രയും ശ്ലോകത്തിന്റെ കണ്ടന്റ് വളരെ പരമപ്രധാനമാണ്. അതിനെക്കുറിച്ചാണ് ഭഗവാൻ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. താൻ സമീക്ഷ്യസ്യ കൗന്ദേയ താൻ സമീക്ഷ്യസ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ സർവാൻ ബന്ധൂനവസ്ഥിതാൻ സർവാൻ ബന്ധൂനവസ്ഥിതാൻ സർവാൻ ബന്ധൂനവസ്ഥിതാൻ താൻ സമീക്ഷ്യസ്യ കൗന്ദേയ സമീക്ഷ്യസ്യ കൗന്ദേയ സർവാൻ ബന്ധൂനവസ്ഥിതാൻ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ കൃപയാ പരയാവിഷ്ട കൃപയാ പരയാവിഷ്ടോ പരയാവിഷ്ടോ വിഷീദന്നിതമബ്രവീത് 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 താൻ സമീക്ഷ്യസ്യ കൗന്ദേയ
താൻ സമേഷ്യസ്സ കൗന്ദേയ വിഷേദന്യ സർവാൻ സർവാൻ ബന്ധൂനവസ്ഥിതാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടോ കൃപയാ പരയാവിഷ്ടോ വിഷേദന്നിതമബ്രവീത്. ഇദന്നിദമബ്രവീത്. ശബ്ദാർത്ഥം വിവർത്തനം. ശീലപ്രഭുപാദയ്ക്ക് ജയ്. സ കൗന്ദേയ, ആ കുന്തിപുത്രൻ അവസ്ഥിതാൻ നിൽക്കുന്ന താൻ സർവാൻ ബന്ധുൻ, ആ എല്ലാ ബന്ധുക്കളെയും സമീക്ഷ്യ കണ്ടിട്ട് പരയ മഹത്തായ കൃപയ കാരുണ്യത്താൽ ആവിഷ്ടക ആവേശം കൊണ്ട് വിഷീതൻ വിഷണ്ണനായി ഇതം അബ്രവീത് ഇങ്ങനെ പറഞ്ഞു. വിവർത്തനം. ഡോക്ടർ ജി ഒന്ന് വായിച്ചേരെ വിവർത്തനം. ഇങ്ങനെ പല വിധത്തിലും. ഓക്കെ. ഇങ്ങനെ പല വിധത്തിലും തനിക്ക് ബന്ധുക്കളായുള്ളവരെ അവിടെ കണ്ടപ്പോൾ കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ പറഞ്ഞു. കരുണാഭരിതനായി തീർന്ന കുന്തിപുത്രൻ ഇങ്ങനെ പറഞ്ഞു. ഇതിന്റെ ശ്ലോകം ഒന്ന് സുമാജി ഒന്ന് വായിച്ചോളൂ. ഇപ്പൊ നമ്മൾ വായിച്ചല്ലേ? താൻ സമീക്ഷസ താൻ സമീക്ഷസ കൗന്ദേയഃ സർവാൻ ബന്ധൂനവസ്ഥിതാൻ കൃപയാ പരയാവിഷ്ടഃ വിഷീദന്നിദമബ്രവീത്. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകത്തിലോട്ട് കൂടെ ഞാനൊന്ന് പോവാം. കാര്യം ഇത് ചെറുതായിട്ടേ ഉള്ളൂ. ഇപ്പം അർജുനന് വളരെ വിഷമം പിടിച്ചിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അർജുനൻ ഭഗവാനോട് ചോദിക്കുകയാണ്. അടുത്ത രംഗം. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി മുഖം ച പരിശുഷ്യതി. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. ശബ്ദാർത്ഥം വിവർത്തനം ഭാവാർത്ഥം ശീലപ്രഭുപാദയ്ക്ക് ജി. അർജുന ഉവാച അർജുനൻ പറഞ്ഞു. കൃഷ്ണ അല്ലയോ കൃഷ്ണ. യുയുത്സും യുദ്ധേച്ഛയോടെ സമുപസ്ഥിതം മുന്നിൽ നിൽക്കുന്ന ഇമം സജ്ജനം ഈ ബന്ധുക്കളെ ദൃഷ്ട കണ്ടിട്ട് മമ ഗാത്രാണി എന്റെ അംഗങ്ങൾ സീദന്തി തളരുന്നു മുഖം ച മുഖവും പരിശുഷ്യതി വരളുന്നു. അർജുന ഉവാച ദൃഷ്ടേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. നീരാജ് ശ്ലോകം വായിച്ചു. കിട്ടാണോ മീരാജ്? അല്ല. അർജുന ഉവാച ദൃഷ്ട്വേമം സ്വജനം കൃഷ്ണ യുയുത്സും സമുപസ്ഥിതം സീദന്തി മമ ഗാത്രാണി മുഖം ച പരിശുഷ്യതി. വിവർത്തനം സുധീർ പ്രഭു എന്ന് വായിച്ചു. വിവർത്തനം പ്രഭു.
അർജുനൻ പറഞ്ഞു, യുദ്ധത്തിന് ഒരുങ്ങി വന്നിട്ടുള്ള ഈ ബന്ധുമിത്രാദികളെ കണ്ടിട്ട് എന്റെ അവയവങ്ങൾ തളരുന്നു, മുഖം വരളുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ഭാവാർത്ഥം സ്മിതമാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഭാവാർത്ഥമായ ശ്രീല പ്രഭുപാദ്. ജയ ശ്രീല പ്രഭുപാദ്. നിർവാജ്യമായ ഭഗവത് ഭക്തിയുള്ള ഏതൊരാളിലും ദിവ്യന്മാർക്കും ദേവന്മാർക്കുമുള്ള സർവഗുണങ്ങളും ഉണ്ടായിരിക്കും. ഭക്തി ഇല്ലാത്തവർക്കാകട്ടെ വിദ്യാഭ്യാസം കൊണ്ടും സംസ്കാരം കൊണ്ടും ഭൗതികമായി ഉന്നത പദവിയിലിരുന്നാലും ശരി അത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല. അർജുനൻ തന്റെ യുദ്ധോത്സുകരായ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും രണാങ്കണത്തിൽ കണ്ടയുടനെ സഹതാപ പരവശനായി തീർന്നു. തനിക്ക് വേണ്ടി പൊരുതുന്നവരെ കുറിച്ച് അദ്ദേഹത്തിന് തുടക്കത്തിലെ അനുകമ്പയുണ്ടായിരുന്നു. ഇപ്പോൾ മറുപക്ഷത്തിലുള്ളവരെ കുറിച്ചും അവർക്കെല്ലാം മരണമടുത്തെന്നോർത്ത് അദ്ദേഹത്തിന് സഹതാപം തോന്നി. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ തളരുകയും വായ് വരളുകയും ചെയ്തു. അവരുടെ സമരവീര്യം കണ്ട് അദ്ദേഹം അമ്പരന്നു. രക്തബന്ധമുള്ള ആ വംശജർ മുഴുവനും തന്നോട് യുദ്ധത്തിനൊരുങ്ങി നിൽക്കുകയാണ്. ഇതാണ് അർജുനനെ പോലെ ദയാലുവായൊരു ഭക്തന് സംഭ്രമമുളവാക്കിയത്. ഇവിടെ എടുത്തു പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അർജുനന്റെ അംഗങ്ങൾ തളരുകയും വായ് വരളുകയും മാത്രമല്ല, സഹതാപാധിക്യത്തിൽ അദ്ദേഹം കരയുകയും ചെയ്തു എന്ന് നമുക്ക് ഊഹിക്കാം. അർജുനനിൽ ഈ പ്രതികരണങ്ങൾ ഉണ്ടായത് ദൗർബല്യം കൊണ്ടല്ലേ, മൃദുല ഹൃദയത്വം കൊണ്ടാണ്. ശുദ്ധനായ ഒരു ഭഗവത് ഭക്തന് സ്വാഭാവികവുമാണിത്. അതുകൊണ്ട് ശ്രീമദ് ഭാഗവതം ഇപ്രകാരം പറയുന്നു: യസ്യാസ്തി ഭക്തിർ ഭഗവതി അകിഞ്ചന സർവൈർഗുണൈസ്തത്ര സമാസദേ സുരാഹ ഹരാവ് അവ്യക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേനാസ്തി ധാവതോ ബഹിഃ. പരമദിവ്യോത്തമ പുരുഷനിൽ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേയുള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അലഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താതെ വെട്ടിത്തിളയ്ക്കുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുമെന്നതിൽ സംശയമില്ല. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഇതില് ഭഗവാൻ എല്ലാവരെയും കൊണ്ടുപോയി കാണിച്ച് കുരുക്ഷേത്ര ഭൂമിയിൽ കൊണ്ടു നിർത്തിയിട്ട് എല്ലാവരെയും കാണിച്ചു കൊടുത്തു ആരൊക്കെയാണ് വന്നു നിൽക്കുന്നത്. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അർജുനൻ നോക്കിയപ്പോൾ എല്ലാം അറിയാവുന്നതിനുപരി ഗുരുക്കന്മാർ, ആചാര്യന്മാർ, സുഹൃത്തുക്കള്, ബന്ധുക്കള്, ഇവരൊക്കെയാണ് വന്നു നിൽക്കുന്നത്. മച്ചമ്പിമാർ, ഇവരെല്ലാം വന്നു നിൽക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ പാവപ്പെട്ട 5 പേരെ കൊല്ലാൻ വേണ്ടിയിട്ട്, അർജുനനെയും സഹോദരന്മാരെയും വേണ്ടിയിട്ട്. ഒരു ചെറിയൊരു വീട്, ഒരു കുടിലെങ്കിലും വേണമെന്ന് ലാസ്റ്റ് കോംപ്രമൈസിന് ഭഗവാൻ ചെന്നതാണ്. അതുകൂടി കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് ഭഗവാന് സഹതാപം വന്നത്. ഭഗവാനെ സംബന്ധിച്ച് അർജുനന് സഹതാപം വന്നു. അർജുനനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ചെയ്യണമെന്ന് യാതൊരു ആഗ്രഹവുമില്ല. ഒരു ശുദ്ധഭക്തന്റെ ലക്ഷണമാണ് ഇത്. ആരോടും വിദ്വേഷമില്ല, സമചിത്തതയാണ്, എല്ലാവരെയും ഒരുപോലെയാണ്. മാത്രമല്ല അതിലുപരി ഒരു ശരിയായ ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വൈഷ്ണവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അനുകമ്പയുള്ളവൻ, അത് എന്റെയും ദുഃഖമാണെന്ന് കാണുന്നവനാണ് പരദുഃഖ ദുഃഖി. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു ഭക്തന്റെ ക്വാളിറ്റി. ഒരു ശരിയായ മനുഷ്യന്റെ, ഒരു ഭക്തന്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഒരു ശരിയായ മനുഷ്യന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് പരദുഃഖ ദുഃഖി, മറ്റുള്ളവരുടെ ദുഃഖങ്ങളും നമ്മുടെ സ്വന്തം ദുഃഖമായി കണ്ടുകൊണ്ട് അതിന് ഒരു പോംവഴി, ഒരു സൊല്യൂഷൻ, ഒരു സപ്പോർട്ട്, ഒരു ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിനെയാണ് പരദുഃഖ ദുഃഖി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വലിയൊരു ഭക്തൻ,
ശക്തനായ ഒരു വ്യക്തിയായിരുന്നു അർജുനൻ. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ കണ്ടപ്പോൾ എനിക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് മാത്രമല്ല, യുദ്ധം ചെയ്യേണ്ട പറ്റത്തില്ലെന്ന് മാത്രമല്ല, സഹതാപം കൊണ്ട് കരഞ്ഞു. ഇത്രയും പേര് ഒരുമിച്ച് ഒരു ശക്തിയായിട്ട് വന്നിട്ട് ഞങ്ങളെ കൊല്ലാൻ യുദ്ധം ചെയ്യാൻ വന്നല്ലോ എന്നുള്ള ഒരു സഹതാപം അർജുനനുണ്ടായി. മാത്രമല്ല പിന്നീട് അങ്ങോട്ട് കൃഷ്ണനോട് പറയുന്നുണ്ട്, എനിക്ക് രാജ്യവും വേണ്ട, സിംഹാസനവും വേണ്ട, ഒന്നും വേണ്ട, ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറല്ല. ശ്രേഷ്ഠനായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ അർജുനൻ ആകാൻ പറയണമെന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഭഗവാന്റെ വിശ്വാസത്തെ കുറിച്ച് ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകം വീണ്ടും കോട്ട് ചെയ്യുന്നുണ്ട്. യസ്യാസ്തി ഭക്തിർ ഭഗവതി അഹിംസന സർവേ ഗുണസ്തത്ര സമാസതേ സുരാഹ ഹരാവ ഭക്ത്യസ്യ കുതോ മഹദ്ഗുണ മനോരഥോ നാസാദി ധാവതോ ബിഹി. പരമദിവ്യോത്തമ പുരുഷൻ അചഞ്ചലമായ വിശ്വാസമുള്ളവന് ദേവന്മാരുടെ ഗുണങ്ങളെല്ലാം ഉണ്ട്. ഭഗവാനിൽ അചഞ്ചലമായ വിശ്വാസം വേണം. എനിക്ക് ഭഗവാനിൽ വിശ്വാസമുണ്ട്, പക്ഷെ എന്തുകൊണ്ട് നമുക്ക് ദൈവീയ ഗുണങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം എ പാർട്ട് ഓഫ് ഡീലിങ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ദുഃഖം വന്നു കഴിഞ്ഞാൽ ഭഗവാനെ ചീത്ത വിളിക്കും. ഞാൻ ഇത്രയും വിളിച്ചിട്ടും ഭഗവാൻ എന്നെ സഹായിച്ചില്ലല്ലോ എന്ന് പറയും. അപ്പൊ അതൊരു വിശ്വാസമല്ല, അതൊരു ഡീലിങ്സിന്റെ ഭാഗമായിട്ടാണ്. രാവിലെ വഴിപാട് ഇടപാടെന്ന് കണ്ട് നമ്മുടെ നാട്ടിൽ കുറെ കാണാം, രാവിലെ വൈകിട്ടും പോകുന്നു. അത്രയെങ്കിലും ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അതിനെയും അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. എന്നാൽ ഭഗവത് ഭക്തനല്ലാത്ത ഒരാൾക്ക് വില കുറഞ്ഞ ഭൗതിക ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. അയാൾ മാനസിക മേഖലകളിലൂടെ അരഞ്ഞു തിരിയുന്നത് കൊണ്ട് എങ്ങും എത്താതെ വിട്ടിത്തിളങ്ങുന്ന ഭൗതിക ശക്തിയാൽ ആകൃഷ്ടനായി പോകുന്നതിൽ സംശയമില്ല. ഭൗതിക ആസ്വാദനത്തിൽ പെട്ടുപോകും. അർജുനനോട് തിരിച്ചു വിചാരിക്കാം, എന്റെ കൂടെ കൃഷ്ണനുണ്ട്, വിജയം എന്തായി കഴിഞ്ഞാലും സുനിശ്ചിതമാണ്, ഇവരെ എല്ലാം തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേറൊന്നും നോക്കാൻ ആവശ്യമില്ല, ഈ ഭൗതിക ലോകം എന്റേതാണ്, എനിക്ക് ഒരുപാട് ആസ്വദിക്കാൻ പറ്റും എന്ന് അർജുനന് വിചാരിക്കാം. പക്ഷെ അർജുനൻ അങ്ങനല്ല വിചാരിച്ചത്, സമാധാനമാണ് വിചാരിച്ചത്. ഒരു സമാധാന കാംക്ഷിയായിരുന്നു അർജുനൻ. പക്ഷെ ഇവിടെ എല്ലാം അർജുനനെ കൃഷ്ണൻ ആ തെറ്റിദ്ധാരണ അർജുനൻ ചിന്തിച്ചതെല്ലാം ദുർബലമായ മനസ്സിന്റെ ഉടമയായതുകൊണ്ടാണ്. സെന്റിമെന്റ്സ് വേണം, അത് ആവശ്യമായിട്ടുള്ളിടത്ത് വേണം. നമ്മുടെ ജീവിതത്തിലും അതാണ് ചെയ്യേണ്ടത്. എവിടെയാണ് സെന്റിമെന്റ്സ് വേണമെന്നുള്ളത്. ഒരു ഡയബറ്റിക് പേഷ്യന്റ്, ഞാനിപ്പോ മെഡിക്കൽ ലാംഗ്വേജ് പറഞ്ഞ ഡോക്ടറെ ചൂണ്ടിട്ടുണ്ട്, ഒരു ഡയബറ്റിക് പേഷ്യന്റ്, അദ്ദേഹത്തിന്റെ ഷുഗർ 460 550 ആയി നിൽക്കുകയാണ്. അപ്പോഴാണ് ശാഠ്യം പിടിക്കുന്നത്, എനിക്ക് ഐസ്ക്രീം കഴിച്ചേ പറ്റത്തുള്ളൂ. ഡോക്ടർ ജി, അവിടെ സെന്റിമെന്റ്സ് ഉണ്ടാവുമോ? സെന്റിമെന്റ്സ് കൊണ്ട് അപകടം ഉണ്ടാകത്തേ ഉള്ളൂ. ആ സെന്റിമെന്റ്സിന് വഴങ്ങി കൊടുക്കുമോ? ഇല്ല, ഒരിക്കലും. ഇത് തന്നെയാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്. നിന്റെ സെന്റിമെന്റ്സ് എല്ലാം അസ്ഥാനത്താണ്. നീ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളെ പറ്റി മറക്കുന്നു. അടുത്ത ചാപ്റ്ററിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു, അടുത്ത ചാപ്റ്ററിലെ 2ാമത്തെ അധ്യായം കൺക്ലൂഡ് ചെയ്യുന്നത്, കർമ്മയോഗം കൺക്ലൂഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയിലാണ് ആദ്യം നീ ഫോക്കസ് ചെയ്യേണ്ടത്. വേറൊന്നും നീ നോക്കേണ്ട ആവശ്യമില്ല. നിനക്ക് എന്താണോ നിന്റെ തനതായ കർമ്മം, അത് നീ ആദ്യം ചെയ്യണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. അടുത്ത വീട്ടിലെ കുട്ടി എന്റെ കുട്ടിയോടൊപ്പം പഠിക്കുന്നവനാണ്, അവന് വേണം 100 മാർക്ക് കിട്ടാൻ, അതുകൊണ്ട് എന്റെ കുട്ടിക്ക് 99 മാർക്ക് കിട്ടിയാൽ മതി എന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? സഹായമാണ്, അവൻ 1ാം റാങ്ക് കിട്ടട്ടെ, എന്റെ കുട്ടിക്ക് ഒരു മാർക്കിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ, ഞാനത് വിട്ടുകൊടുക്കുകയാണ്. ഒരു സെന്റിമെന്റ്സ് ആരെങ്കിലും ചെയ്യുമോ? ചെയ്യുമോ ഇല്ലേ? സംശയമാണെന്ന് തോന്നുന്നു അല്ലേ? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ഭക്തിയുടെ കാര്യമൊന്നുമല്ല, ചെയ്യുമോ ഇല്ലേ?
കറക്റ്റായിട്ടൊന്നും മിക്സ് ചെയ്യണ്ട, വെറുതെ ചോദിച്ചതാ. ചെയ്യുമോ ഇല്ലേ? ആരും ചെയ്യില്ല. ആരും ചെയ്യത്തില്ല. എന്റെ കുട്ടിയും 100% മാർക്ക് വാങ്ങിക്കണം എന്ന ആഗ്രഹമാണ്. അതല്ല അടുത്ത കുട്ടി 100% മാർക്ക് വാങ്ങിച്ചോട്ടെ, എന്റെ കുട്ടിക്ക് 99 മാർക്ക് മതി എന്ന് പറഞ്ഞ് ഹൃദയ ദൗർബല്യം കൊണ്ട് ചിന്തിക്കുന്നതാണ്. അത്തരം സെന്റിമെന്റ്സ് അല്ല അവിടെ വേണ്ട. പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, തനതായ നിനക്ക് നിയതമായ കർമ്മം എന്താണോ അത് ചെയ്യാനാണ് അർജുനനോട് കൃഷ്ണൻ പറഞ്ഞത്. നീ എന്തൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാലും ആത്മാവിനെ പറ്റി ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, അത് ഒരിക്കലും നശിക്കുന്നില്ല. ഇനി ആത്മാവ് നശിക്കുന്നു എന്ന് തന്നെ ചിന്തിച്ചോട്ടെ, നീ ശരീരത്തെക്കുറിച്ച് തന്നെ ചിന്തിച്ചോട്ടെ, എങ്കിൽ കൂടി നിനക്ക് നിന്റെ കർമ്മത്തിൽ നിന്ന്, നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അവിടെയാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ ബാക്കി ഒരു ന്യായാധിപന്റെ കഥ പറഞ്ഞത് ഇല്ലേ, ഉദാഹരണം പറഞ്ഞു. ന്യായാധിപൻ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ, സെന്റിമെന്റ്സ് ഉള്ള ന്യായാധിപനാണെങ്കിൽ ന്യായാധിപന് യോഗ്യത അവിടെ ഇല്ല. പല കുറ്റവാളികളെ ന്യായാധിപന് കാണാൻ പറ്റുന്നുണ്ട്. പല കുറ്റവാളികളെ ഹൃദയ ദൗർബല്യം കൊണ്ട് എനിക്ക് ലാസ്റ്റ് ചാൻസ് തരണം എന്ന് ആ കുറ്റവാളി പറയുകയാണെങ്കിൽ, വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്, അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ന്യായാധിപന് ഭഗവാന്റെ മുന്നിൽ ഉത്തരം പറയേണ്ടി വരും. കാര്യം നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി നീ ചെയ്തില്ല. ഇവിടെ അങ്ങനെ വന്നതെന്ന് പറഞ്ഞാല് ഞാൻ എന്റേത് എന്ന ഒരു ചിന്ത, ഇതെല്ലാം എന്റേതാണ്, അല്ലെങ്കിൽ ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അഹംഭാവം, ഫാൾസ് ഈഗോ എന്ന് പറഞ്ഞാൽ, ഞാൻ എന്ന് പറഞ്ഞാൽ ഈ ഭൗതിക ശരീരമാണ്, ഈ ഭൗതിക ശരീരത്തെ മാത്രം ചുറ്റിപ്പറ്റി നിന്നുള്ള ചിന്തകൾ വരുമ്പോഴാണ് ഇത്തരം അസ്ഥാനത്തുള്ള വികലമായ ചിന്താഗതികൾ വരുന്നത്. അതുകൊണ്ട് ഭഗവാനെ മുൻനിർത്തി എന്നെ സമർപ്പിച്ച് നീ ചെയ്തോ കാര്യങ്ങള്, നീ എന്നെ സമർപ്പിച്ചിട്ട് ധൈര്യമായിട്ട് നീ എന്താണ് ചെയ്യാൻ പോകുന്നത് അത് എനിക്ക് വേണ്ടിയിട്ട് മാത്രം ചെയ്യണമെന്ന് പറഞ്ഞു. ഇതില് ചെറിയൊരു, ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ല, പക്ഷെ ഓർമ്മ വന്നൊരു എക്സാമ്പിൾ, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതല്ല, ന്യായാധിപന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്. ചരിത്രമാണ്, കൽക്കട്ടയിൽ നടന്നൊരു ചരിത്രമാണ്. അതായത് പണ്ടത്തെ ജയിൽ സൂപ്രണ്ടായിരുന്നു കൽക്കട്ട, ജരാസന്ധൻ എന്നൊരു ജയിൽ സൂപ്രണ്ട് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ പറയുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അന്നത്തെ രാജവംശത്തിൽപ്പെട്ട രാജാ ബഹദൂർ 2 സഹോദരന്മാരെ പറ്റിയാണ് പറയുന്നത്, ചേട്ടനെയും അനിയനെയും പറ്റി. രാജാ ബഹദൂറിനെ കുറിച്ചും ഇളയരാജയെ കുറിച്ചും. ഇതേപോലെ പണ്ട് ഈ കമ്പാരിസൻറ്റീവായിട്ട് ഒരുപാട് ഓട്ടോബയോഗ്രഫികളുണ്ട്. എ ടൈൽ ഓഫ് 2 സിറ്റീസ് എന്ന് പറഞ്ഞൊരു കഥകളുണ്ട്. പിന്നെ KPS മാനുവിന്റെ ഇംഗ്ലീഷ് മാൻ ആൻഡ് ദ റഷ്യൻ എന്ന് പറഞ്ഞ കഥകളുണ്ട്. ഇതൊക്കെ വായിച്ചിട്ടുണ്ടാവും അല്ലേ? യെസ്. എനിക്ക് ഉത്തമമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാനുണ്ട്, പക്ഷെ താങ്കൾ പറഞ്ഞതിന് ശേഷം എനിക്ക് 2 സെക്കൻഡ് തന്നാൽ ഞാൻ പറയാം. തീർച്ചയായിട്ടും. അപ്പൊ ഞാനിത് പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. അപ്പം ഞാൻ ചുരുക്കി പറയുകയാണ്, രാജാ ബഹദൂറും ഇളയരാജയും. രാജാ ബഹദൂറാണ് രാജാവ്, ആ രാജവംശത്തിന്റെ അടുത്ത രാജാവായിട്ട് മാറുന്നു. രണ്ടും നേരെ വിപരീതമായിട്ടുള്ള സ്വഭാവമാണ്. ഇളയരാജ വളരെ സാത്വികമാണ്. കാലഘട്ടം പറയാം, നമ്മുടെ ഒരു കാലഘട്ടത്ത് ഇന്ത്യയിലെ പ്ലേഗിന്റെ അണുക്കൾ, പ്ലേഗ് വന്നിരുന്നു അല്ലേ? ആ കാലഘട്ടങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. ചുരുക്കി പറയാം, ഇളയരാജയുടെ കൂടെ പഠിച്ച പെൺകുട്ടിയെയാണ് രാജാ ബഹദൂർ കല്യാണം കഴിക്കുന്നത്. ഇളയരാജ സ്വാതന്ത്ര്യ സമരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവർ തമ്മിലുള്ള ബന്ധം വളരെ നല്ലൊരു ബന്ധമായിരുന്നു. സ്വന്തം അമ്മയുടെ സ്ഥാനത്താണ് അവിടെ നിർത്തിയിരിക്കുന്നത്. ഇതൊക്കെ ഒരു കഥ. പക്ഷെ എങ്കിലും വീട്ടിലെ അസ്വാരസ്യങ്ങളും ഭീകരമായ ശബ്ദങ്ങളും ഒക്കെ കൊണ്ട് ഇളയരാജ കൊട്ടാരം വിട്ടു പോകുന്നുണ്ട്.
രാജാ ബഹദൂറിന് കൊട്ടാരം വിട്ടുപോയതിൽ ഇഷ്ടപ്പെട്ടില്ല. കാര്യം നാട്ടുകാര് രാജാ ബഹദൂറിനെ കുറ്റപ്പെടുത്തി തുടങ്ങി. അപ്പം അനിയനെ അടിച്ചിറക്കി എന്നുള്ളത്. അപ്പൊ സൊല്യൂഷൻ ഇളയരാജ കണ്ടത്, രാജാ ബഹദൂർ കണ്ടത് അനിയനെ വധിക്കുക എന്നുള്ളതാണ്. നമ്മൾ ആനുകാലികമായി ഒരുപാടിടത്ത് ഒരുപാട് സംഭവങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നതാണ്. ഭഗവത് ചിന്ത എവിടെ ഇല്ലയോ അവിടെ എല്ലാം നടക്കുന്നത് ഇത് തന്നെയാണ്. അങ്ങനെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാല് ഇളയരാജയെ വധിക്കാൻ വേണ്ടിയിട്ട് കുടുംബ ഡോക്ടറെ അമേരിക്കയിലെ ലാബിലേക്ക് അഡ്മിഷൻ എടുത്ത് പറഞ്ഞു വിടുന്നുണ്ട്, പ്ലേഗിന്റെ അണുക്കൾ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടുന്ന് വന്നിട്ട് ഇളയരാജയെ വേറൊരു മെസ്സഞ്ചർ വഴി കൽക്കട്ട ഡൽഹി സ്റ്റേഷനിൽ വെച്ചിട്ടാണ്, റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് ഇത് കുത്തിവെക്കുന്നത്. പക്ഷേ ഇളയരാജ മരിച്ചു പോകുന്നു. പക്ഷെ ഇത് അരുതാത്തത് എന്തോ നടന്നു, അത് ഭർത്താവാണ് അതിന് കാരണക്കാരൻ എന്നുള്ളത് രാജാ ബഹദൂറിന്റെ ഭാര്യയ്ക്ക് അറിയാമായിരുന്നു. അങ്ങനെ രണ്ടാമതൊരു കത്ത്, ആദ്യത്തെ കത്ത് ക്ഷണിച്ചുകൊണ്ടാണ് എന്റെ അനിയനെ കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് രാജാ ബഹദൂർ എഴുതിപ്പിച്ചു വിട്ടതാണ്. രണ്ടാമതൊരു കത്ത് പറഞ്ഞു വിടുന്നുണ്ട്, ഞാൻ ആദ്യത്തെ കത്ത് എന്റെ കൈപ്പടകളാണെങ്കിലും എന്റെ സ്വന്തം വാക്കുകളല്ല, ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ദയവ് ചെയ്ത് ഇവിടെ വരരുത് എന്നൊരു മെസ്സേജും കൂടെ കൊടുത്തു വിടുന്നു. ഈ സംഗതി എല്ലാം കഴിഞ്ഞിട്ടാണ്, അത് അവിടെ നിൽക്കട്ടെ. ചുരുക്കി പറയാൻ രാജാ ബഹദൂർ അറസ്റ്റിലായി. അന്വേഷണം വന്നപ്പോൾ രാജാ ബഹദൂറിന് ജീവപര്യന്തം തടവ് ശിക്ഷ, വധശിക്ഷയാണ് വിധിച്ചതെന്ന് തോന്നുന്നു. അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞു. അവിടെ വേറൊരു ന്യായാധിപൻ വരികയാണ്. ആ ന്യായാധിപന് അപ്പോഴത്തേന് രാജാ ബഹദൂർ വളരെ വയസ്സായി, സട കൊഴിഞ്ഞ സിംഹം എന്ന പോലെയാണ്. രാജാ ബഹദൂർ അപ്പീൽ കൊടുത്തു, എനിക്ക് വീട്ടിൽ പോയി മരിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞു. ന്യായാധിപൻ നോക്കിയപ്പോൾ ഇങ്ങനെ കൊണ്ട് ഇനി ഒന്നിനും ഒരു പ്രയോജനവും ഇല്ല. കൂനിപ്പിടിച്ച് ദുർബലമായ ചുക്കിച്ചുളിഞ്ഞ തൊലികളുടെ ഉടമയായ ഒരു ശരീരത്തിനുടമയായ ഒരു മനുഷ്യൻ, ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുന്നു. അങ്ങനെ ഒരു സെന്റിമെന്റ്സോടുകൂടി രാജാ ബഹദൂറിനെ ന്യായാധിപൻ റിലീസ് ചെയ്യുന്നു, അപ്പീൽ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വിടും. അദ്ദേഹം കൊട്ടാരത്തിൽ പ്രവേശിച്ചിട്ട് ആ പഴയ ശൗര്യം മൊത്തവും ആ ദുർബല ശരീരത്തില് ആ മനസ്സിലേക്ക് പഴയ ധൈര്യങ്ങളെല്ലാം വന്നിട്ട് അദ്ദേഹത്തിന്റെ മുറിയിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ തോക്കെടുത്തിട്ട് ശേഷിച്ച കാലം രാജാ ബഹദൂറിന്റെ ഭാര്യ പൂജാമുറിയിലും ഭഗവത് ഭക്തിയിലും ഒക്കെ വിശ്വസിച്ച് അങ്ങനെ പൂജാകാര്യങ്ങളിൽ മുഴുകി ശേഷിച്ച കാലം നീക്കിയിരുന്നു. പൂജാമുറിയിൽ കയറി വന്ന് ഭാര്യയുടെ ഒരൊറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നീ കൊടുത്തയച്ച രണ്ടാമത്തെ കത്ത്, ആ കത്ത് ഒരിക്കലും പോലീസുകാരും കണ്ടിട്ടില്ല, ആരും കണ്ടിട്ടില്ല. ആ കത്ത് അദ്ദേഹം അതുവരെ സൂക്ഷിച്ചു വെച്ചിരുന്നു, ആരും കാണാതെ. നീ അയച്ചു കൊടുത്ത ഈ രണ്ടാമത്തെ കത്താണ് എന്നെ ഈ പരുവത്തിലാക്കിയത്. അതുകൊണ്ട് ഞാൻ ഒരുണ്ട നിനക്ക് വേണ്ടി വച്ചിരിക്കുന്നു. അങ്ങനെ ഭാര്യയെ വെടിവെച്ച് കൊല്ലുകയാണ് ചെയ്തത്. ഈ വെടിയുടെ ശബ്ദം കേട്ടിട്ട് അവിടെയുള്ള ജീവനക്കാരും കൊണ്ടുവിട്ട പോലീസുകാരും ഒക്കെ ഓടി വന്നപ്പോഴത്തേന് പറഞ്ഞു, ഇനി ഞാൻ ജയിലിലേക്കില്ല, ഇതോടുകൂടി എന്റെ ജീവനും ഞാൻ കളയുകയാണ്, ഒരുണ്ട ഞാൻ എനിക്ക് കൂടി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത് ഇത്രയും സംഭവിച്ചത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് സംഭവിച്ചു? ന്യായാധിപന്റെ ആസ്ഥാനത്തുള്ള സെന്റിമെന്റ്സ്. ഇന്നിവിടെ നടക്കുന്നതും അതാണ്. രാഷ്ട്രീയമായും ഭൗതികമായും ഉള്ള ലാഭേച്ഛകൾക്ക് വേണ്ടിയിട്ട് അനാവശ്യമായ സെന്റിമെന്റ്സുകൾ കൊണ്ടുവന്നിട്ട് യഥാർത്ഥ കുറ്റവാളിയെ നമ്മൾ രക്ഷിക്കുന്നു. അർജുനനോട് ഭഗവാൻ പറഞ്ഞത് അത് പാടില്ല. നീ നിന്റെ നിയതമായ കർമ്മം യാതൊരു തരത്തിലും ഇളവുകൾ കൊടുക്കാതെ നീ ചെയ്യുക. നിന്റെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടി, നീ ക്ഷത്രിയനാണ്,
ക്ഷത്രിയ കുലത്തിൽ ജനിച്ചവനാണ്, നീ യുദ്ധം അഭ്യസിച്ചവനാണ്. അതുകൊണ്ട് നിന്റെ ഡ്യൂട്ടിയാണ് നീ യുദ്ധം ചെയ്യേണ്ടത് എന്നുള്ളത്. അത് നീ എനിക്ക് വേണ്ടിയിട്ട് പുരുഷമതർപ്പണം, നീ നിന്റെ ജോലി കൃത്യമായിട്ട് ചെയ്യുക. ഡോക്ടർ ജി വിചാരിക്കുകയാണ് ഞാൻ ഞാനിപ്പോ വന്നതേ ഉള്ളൂ, ഇത്രയും വർഷമായിട്ട് ഞാൻ ദുബായിൽ പ്രാക്ടീസ് ചെയ്തതാണ്, ഞാൻ ഇപ്പോഴാണ് നാട്ടിലെത്തിയിരിക്കുന്നത്, അടുത്ത ക്ലിനിക്കുകളെയൊക്കെ അത് ബാധിക്കും. കാര്യം ഒരേ പേഷ്യൻസ് ആണ്, പേഷ്യൻസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ എടുക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ക്ലിനിക്ക് ഇടുന്നില്ല. ശരിയോ ചട്ടോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റത്തില്ലല്ലേ? കാര്യം ഡോക്ടർ ജിയുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ് അതെ, ആ ആതുര സേവനത്തെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് അത് ഡോക്ടർ ദിലീപ് എന്നുള്ള ആളുടെ പ്രിസ്ക്രൈബ്ഡ് ഡ്യൂട്ടിയാണ്. അതിൽ നിന്ന് പിന്നോട്ട് വരാൻ പാടില്ല. അവിടെ ഭഗവാനെ ചിന്തിച്ചിട്ട്, ഭഗവാനെ ഓരോ കാര്യങ്ങൾക്കും എന്ത് കാര്യമുണ്ടെങ്കിലും ഭഗവാനെ ഓർത്ത് ഓർത്ത് ചിന്തിക്കണം. അവിടെയാണ് പറയുന്നത് ശിക്ഷാഷ്ടകത്തിൽ, നയനം ഗളദാശ്രുധാരയ വദനം ഗദാധര ഗദ്ഗദാരുധാഗിര നയനം ഗലദാശ്രുധാരയ. നയനം അശ്രുധാരയ, കൃഷ്ണവാണിയിൽ കൂടെ കണ്ണുനീർ ഒഴുകണം. എങ്ങനെ? വദനം ഗദ്ഗദാരുദയാഗിര പുളയേർ നിശിതം ബഹുകഥ. ബഹുകഥ, ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ പുളയേർ നിശിതം ബഹുകഥ തവ നാമഗ്രഹണേ ഭവിഷ്യതി. ഭഗവാന്റെ കഥകൾ. ഓ മൈ ലോർഡ്, when will my eyes be decorated with the tears of love flowing constantly when I chant your holy name? When will my voice choke up and when will the hairs of my body stand or end at the recitation of your name? എപ്പോഴാണോ ഭഗവാന്റെ നാമങ്ങൾ നമ്മൾ ഓർമ്മിക്കുമ്പോൾ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മൾ ചിന്തിക്കുമ്പോൾ എന്റെ രോമഭൂമങ്ങൾ ഉണരുന്നത്, എന്റെ കണ്ണിൽ കൂടി കണ്ണുനീർ ഒഴുകുന്നത് എപ്പോഴാണാവും, അപ്പോഴാണ് ഭഗവാനുമായിട്ടൊരു സ്നേഹം നമ്മൾ സ്ഥാപിച്ചെടുക്കുന്നത്. അങ്ങനെ ഭഗവാന് ഭക്തിയുത സേവനമായി സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ നിയതമായ കർമ്മം, പ്രിസ്ക്രൈബഡ് ഡ്യൂട്ടി നമ്മൾ ചെയ്യുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഞാൻ എന്നുള്ളത് ഭൗതിക ശരീരമല്ല, ആത്മാവാണ് എന്നുള്ള ബോധം വരികയും ആ ആത്മാവിനെ പരിപോഷിപ്പിക്കുന്നത്. അത് തന്നെയാണ് ഭഗവാനുള്ള സമർപ്പണവും. ഹരേ കൃഷ്ണ. പ്രഭു, എന്റെ വിദ്യക്ക് എന്തോ പറയേണ്ടത് കൂടി പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് 7 മണി ആവാറായിട്ടോ പ്രഭു? അതെ അതെ, പറഞ്ഞു. ഞാൻ വേഗം പറയാം. ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. ഞാനിപ്പോ പറയുന്നത് ഇപ്പോഴത്തെ സിറ്റുവേഷനായിട്ട് ഭയങ്കര ഇതുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ പേരാണ് വിരോചനൻ. ഓക്കെ, വിരോചനൻ ഹണ്ടിങ്ങിന് വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുമ്പോ അവിടെ ഒരു ഋഷിയുടെ മകൻ, അങ്കിരസ് എന്ന് പറഞ്ഞ മഹർഷിയുടെ മകൻ, സുധന്വ എന്ന് പറഞ്ഞ ഒരു ഋഷിപുത്രൻ മുനി അവിടെ ഇരുന്ന് തപസ് ചെയ്യായിരുന്നു. അപ്പൊ ആ സമയത്ത് പെട്ടെന്ന് ഇടിമിന്നൽ എല്ലാം കൂടി വന്നു. അങ്ങനെ വന്നപ്പം വിരോചനൻ ഒരു മരം വീഴാൻ പോയി നമ്മുടെ മുനികുമാരന്റെ മേത്ത്. അപ്പൊ പുള്ളിക്കാരൻ അത് എന്താ പറയാ, പുള്ളിക്കാരൻ ആ മുനികുമാരനെ രക്ഷിച്ചു. അങ്ങനെ ഭയങ്കര മഴയും അത്. അപ്പം മുനികുമാരനാണെങ്കിൽ നമ്മുടെ തപസ്സിൽ ലയിച്ചിരിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ എണീറ്റു കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും എന്തോ നല്ലൊരു ഒരു ടീമായി, ഐ മീൻ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആയി അവര്. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ഒരു ദിശയെ നോക്കി അങ്ങോട്ട് നടക്കുവാണ്. നടന്നപ്പോ വത്സ മഹർഷിയുടെ ഒരു ആശ്രമം, ഒരു എന്താ പറയാ, ഒരു ഹെർമിറ്റേജ്, ഒരു ആശ്രമത്തിന്റെ ഒരു കൂട്ടം ഉണ്ടായിരുന്നു. അങ്ങോട്ടേക്ക് അവര് നടക്കുമ്പോ എന്ത് കിട്ടുമെന്ന് വെച്ചാല് വത്സ മഹർഷിയുടെ ഒരു ഇതുണ്ടാവും, വീട്, ഐ മീൻ ചെറിയൊരു ഹെർമിറ്റേജ്. അവിടെ പോകുമ്പോ അവിടെ വത്സ മഹർഷിയുടെ മകളുണ്ടാവും, ഒരു നല്ലൊരു മോള്, നല്ല സംസ്കാരമുള്ള ഒരു മോളാണ്. പേര് ദീപാവലി. ഓക്കെ, പുള്ളിക്കാരത്തി രണ്ടുപേർക്കും നല്ല അത് അത്രയും മേത്ത് മുഴുവൻ നനഞ്ഞു കുളിച്ച്, പ്ലസ് മരമൊക്കെ വീണപ്പം ആകെ ഭയങ്കരമായിട്ട് എന്താ പറയാ, അവർക്ക് സ്ക്രേപ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് തൊലിയൊക്കെ ഇരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഷി വിൽ അപ്ലൈ ദ ലേപം, ഷി വിൽ മേക്ക്, പെട്ടെന്ന് ഹെർബ്സ് ഒക്കെ കൊണ്ടിട്ട് ഒരു മിക്സ്ചർ ഒക്കെ ഉണ്ടാക്കിയിട്ട് അതൊക്കെ അവർക്ക് എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ ഇതിന്റെ ഇടയിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇവർ രണ്ടുപേർക്കും ദീപാവലിയോട് ഒരു അട്രാക്ഷൻ. ഓക്കെ, ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന കഥയുടെ ഇമ്പോർട്ടൻസ്. ഓക്കെ, രണ്ടുപേർക്ക് ഈക്വൽ ആയിട്ട് ദീപാവലിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇവര്
ഒരാള് രാജകുമാരനാണ്, ഒരാള് മുനികുമാരനാണ്. ഓക്കെ, രാജകുമാരന്റെ അച്ഛൻ, ഞാനത് ലാസ്റ്റേ പറയുള്ളൂ ആരാണെന്ന്. രാജകുമാരന്റെ അച്ഛന് ഒരേ ഒരു മോനേ ഉള്ളൂ. ഈ വിരോചനൻ പുള്ളിക്കാരന് ജീവനാണ്, മകന് വേണ്ടിയിട്ട് എന്തും ചെയ്യും. അത് ഈ വിരോചനന് നന്നായിട്ട് അറിയാം. ഓക്കെ, ഇനി മുനികുമാരൻ അതേ രാജാവിന്റെ അതേ ഒരു ആ ഏരിയയിൽ തന്നെ ഒരു പ്രജയാണ്. ഓക്കെ, പുള്ളിക്കാരനും റൈറ്റ് ഉണ്ട്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി പ്രപ്പോസ് ചെയ്യും ദീപാവലിക്ക്. അപ്പൊ ദീപാവലി അറിയാം, ഒരാള് രാജകുമാരനാണ്, ഒരാള് മുനികുമാരനാണ്, രണ്ടുപേരും ശ്രേഷ്ഠന്മാരാണ്. എനിക്ക് അത് കാരണം ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അച്ഛൻ വരട്ടെ. എന്നിട്ട് അച്ഛൻ വരണതിന്റെ ഇടയിൽ അപ്പൊ അച്ഛനും പറയും, ഷോ എനിക്കും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. വത്സ മഹർഷി പറയും, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് രാജാവിന്റെ അടുത്തേക്ക് പോവാമെന്ന്. രാജാവിന്റെ അടുത്തേക്ക് പോകുമ്പോ നമ്മുടെ വിരോചനന് ഭയങ്കര ഒരു എന്താ പറയാ ഒരു കോൺഫിഡൻസ് ആയി. എന്താ, അച്ഛൻ എന്റെ സൈഡിൽ നിൽക്കുള്ളൂ, പക്ഷെ അച്ഛൻ രാജാവും കൂടിയാണ്. ഓക്കെ, എന്നിട്ട് ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ്. ഈ ദീപാവലി എന്ന് പറഞ്ഞ ഇവര് വിരോചനും ഇഷ്ടമാണ്, വന്നാൽ തന്നെ ഒരു രാജകുമാരി ആയിരിക്കും, പിന്നെ നെക്സ്റ്റ് വരാൻ പോകുന്ന ക്വീനാണ്. അങ്ങനെയൊക്കെ ഒരു വലിയൊരു തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയാണ്. രാജാവിന് ഉറക്കമില്ല. അതിന്റെ ഇടയിൽ വിരോചനാണെങ്കിൽ വിരോചന്റെ അമ്മയും അമ്മൂമ്മയും എല്ലാരും കൂടി ബ്രെയിൻ വാഷ് ചെയ്യാൻ നടക്കുന്നുണ്ട്. മകന്റെ സൈഡിൽ നിന്നാൽ മതി, അങ്ങനെയാന്നൊക്കെ പറഞ്ഞു. ലാസ്റ്റ് നെക്സ്റ്റ് ഡേ അവർ തീരുമാനം എടുത്ത് പറയാണ്, രാജാവ് പറയും മുനികുമാരനാണ് ശ്രേഷ്ഠൻ, മുനികുമാരൻ ആ ദീപാവലിയെ കല്യാണം കഴിക്കട്ടെ. ഈ രാജാവ് പ്രഹ്ലാദനാണ്. ഓക്കെ, വിരോചനൻ രാജാവിന്റെ ഒരേ ഒരു മോനാണ്. ആ വിരോചനന്റെ മകനാണ് മഹാബലി. ഓക്കെ, നമ്മള് ഓണമൊക്കെ കൊണ്ടാടുന്ന ആ മഹാബലിയുടെ അച്ഛനാണ് വിരോചനൻ. ഇങ്ങനെ ഒരു കഥ ഉണ്ടായിരുന്നു. വിരോചനന്റെ ഹാർട്ട് അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ആയി. പുള്ളിക്കാരൻ ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ശുക്രാചാര്യന്റെ നേരെ അടുത്തേക്ക് പോകും. ഭയങ്കര സങ്കടം വന്നു, അച്ഛൻ എടുത്ത തീരുമാനം നല്ല തീരുമാനം തന്നെയെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ടിട്ട് ഹി വിൽ ഗോ ടു മീറ്റ് ഹിസ് ആചാര്യ. ശുക്രാചാര്യൻ എത്രയൊക്കെയോ പറഞ്ഞിട്ട് ഉപദേശിക്കാനൊക്കെ നോക്കിയിട്ട് അല്ലാതെ വല്ലാതെ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് അവിടെ ഒരു അസുര പ്രിൻസസ് വരും. പുള്ളിക്കാരത്തിന്റെ പേരാണ് വിശാലാക്ഷി. പുള്ളിക്കാരത്തിയും വന്ന് പറയും, നിങ്ങൾ നാളെ ആകാൻ പോകുന്ന രാജാവാണ്, ഹൗ ക്യാൻ യു ബി സോ എന്താ പറയുക, ഇത്രയും വീക്ക് ഹാർട്ടഡ് ആയിട്ട് വെറും ഒരു ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇത്രയും വീക്കായിട്ട് ഐ എം അഷേംഡ് ഓഫ് യു എന്ന് എന്തോ പറയും. ഭയങ്കരമായിട്ട് ഷി വിൽ ഹ്യൂമിലേറ്റ് ദിസ് ഗായ്. അപ്പൊ വിരോചനം പറയും, ഹൗ ഡേ യു ടോക്ക് ടു മീ, ഐ എം ദ ഫ്യൂച്ചർ കിങ്. അപ്പൊ ആ സമയത്ത് രാജാവിന്റെ തീരുമാനം കാരണം ഈ വിരോചനന്റെ അമ്മ കയാതു എന്ന് പറഞ്ഞിട്ട് she will also immediately get a heart attack പോലെ she will be bedridden. അപ്പോ ഒരു സോൾജർ വന്നിട്ട് പറയും, കയാതു വിളിക്കുന്നുണ്ട്, ബിക്കോസ് ഷീസ് ഓൺ ഹെർ ഡെത്ത് ബെഡ് വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ എല്ലാരും കൂടി കൊട്ടാരത്തിലേക്ക് മടങ്ങും. when they go, കയാതു will say, മോനെ ഇങ്ങനെ പറ്റിയത് എനിക്ക് അമ്മയ്ക്ക് നല്ല സങ്കടമുണ്ട്. ബിക്കോസ് അമ്മ would have spoken to this മോൻ saying that ഞാൻ അച്ഛനോട് പറഞ്ഞ് എല്ലാം സമ്മതിപ്പിച്ചു തരാം, ഐ വിൽ മേക്ക് ഇറ്റ് ഗുഡ് ഫോർ യു, ഡോണ്ട് വറി എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് വാക്ക് കൊടുത്തതാണ്. അപ്പൊ അതിനുശേഷം ഇതൊന്നും പറ്റില്ല എന്ന് കണ്ടപ്പോ അമ്മ couldn't handle it. അപ്പൊ ആ സമയത്ത് ഈ ശുക്രാചാര്യനും കൊണ്ട് നമ്മുടെ ഈ വിശാലാക്ഷി അസുര പ്രിൻസസും കൂടി ഉണ്ടായിരുന്നു കൂടെ. അപ്പൊ അമ്മ പറയും, എനിക്ക് നിന്നെ കല്യാണം കഴിച്ച് കാണണം, നീ ഇങ്ങനെ ഹാർട്ട് ബ്രോക്കൺ ആയിട്ട് നടക്കണത് എനിക്ക് ഇഷ്ടമല്ല എന്ന്. അപ്പൊ ശുക്രാചാര്യൻ പറയാം, എനിക്ക് നല്ലൊരു പ്രിൻസസ് ഉണ്ട് ഇവിടെ, വിശാലാക്ഷി, ഇഫ് ഷീ ഈസ് വില്ലിംഗ് ദെൻ ഐ വിൽ ഗെറ്റ് ദം മാരിഡ് റൈറ്റ് നൗ. അവിടെ വെച്ച് ദേ വിൽ ഗെറ്റ് മാരിഡ്. ആൻഡ് പ്രഹ്ലാദൻ പറയും, എനിക്ക് ഈ ഒരു തീരുമാനം കഴിഞ്ഞിട്ട് I want to take to the forest. Kayadu will die immediately and Prahlad will go to the forest and Virojana becomes the next king. And this Asura princess, the Vishalakshi, she will become a very good wife. She's our made for each other bola. And then they get a beautiful best son. Adana Mahabali. So idana oru story. Pinne oru karyam kudi paranjotte. 30th August ആണ് first Onam, Utradam. Annana, that is the day that Mahabali is supposed to arrive on first Onam, which is coming on Sunday, 31st of August. Hare Krishna. Hare Krishna. Hare Krishna. ഹരേ കൃഷ്ണ. എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓണാശംസകൾ എല്ലാവർക്കും. അത് സുമാജി ഓണം ആശംസിക്കാൻ വേണ്ടി ഓണത്തിന്റെ വേഷത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. സദ്യ വേണ്ട, ആശംസയ്ക്ക് വരും. അത് കൊണ്ട് കഥ പറഞ്ഞു തന്ന വിദ്യാജിക്കും മണിലാൽജിക്കും എല്ലാവരുടെയും പ്രത്യേക എല്ലാവർക്കും ഒരുപോലെ വാമനദേവന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യം ഇന്നലെ വരെ നമുക്ക് ഓണത്തിനെ കുറിച്ച് മറ്റൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം കുറെ വർഷങ്ങൾ കൊണ്ട് ഓണത്തിന് ഒരു വലിയൊരു മാനം വന്നു. ഓണം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലൊന്നല്ല.
ആ വാമന അവതാരത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. വാമനദേവനെ കുറിച്ചാണ് ഇന്നൊക്കെ നമ്മുടെ ശാസ്ത്രം നമ്മൾ പഠിച്ചു തുടങ്ങി. അതുവരെ നമ്മൾ ശാസ്ത്രം പഠിച്ചിട്ടായിരുന്നു, നമ്മൾ പ്രിന്റ് മീഡിയയുടെ അടിമകളായിരുന്നു. ഒരു കാലഘട്ടത്ത് ആരുടെ അടുത്താണോ പ്രിന്റ് മീഡിയ ഉണ്ടായിരുന്നത് അവരുടെ അടിമകളായി പോയിരുന്നു. ഇപ്പൊ നമ്മള് ശാസ്ത്രം, യഥാർത്ഥ ശാസ്ത്രം എന്താണെന്ന് വായിച്ചറിഞ്ഞു. ഹരേ കൃഷ്ണ. വളരെ സന്തോഷം. എല്ലാവർക്കും ഓണം ആശംസകള്. അല്ല അതുണ്ടല്ലോ അല്ലെ, ഈ മഹാബലി എല്ലാ സർവവും ഭഗവാനിൽ അർപ്പിച്ചിട്ട് ഭഗവാൻ മഹാബലിയെ സുതലത്തിലേക്ക് അയക്കുന്നു. അതെ, എല്ലാം അർപ്പിച്ചിട്ട് അവസാനം മഹാബലിക്ക് പ്രൊമോഷണൽ ട്രാൻസ്ഫർ ആണ്, സുതലത്തിലേക്ക് പോയിട്ട്. അത് മാത്രമല്ല സുമാരി, അവിടെ ദ്വാരപാലകനായിട്ട് ഭഗവാനാണ് നിൽക്കുന്നത്. എന്തൊരു വലിയ ഭാഗ്യം! അഹോഭാഗ്യം, അഹോഭാഗ്യം! എന്തൊരു വലിയൊരു ഭാഗ്യമാണത്. ഇങ്ങനെയുണ്ടോ ഭഗവാൻ? ഇത്രയും കരുണാമയനായ ഭഗവാനുണ്ടോ? അതാണ് പറയുന്നത്, എപ്പോഴും കൃഷ്ണനെ വിളിക്കണം എന്നുള്ളത്. ഇതിൽപ്പരം കരുണാമയൻ വേറെ ആരില്ല. അതുകൊണ്ടാണ് ഭഗവാന് വേറൊരു പേരല്ലേ കരുണാമയൻ എന്ന് പറയുന്നത്, കരുണാമയൻ എന്നൊക്കെ പറയുന്നത് അല്ലേ. എന്നിട്ട് കൂടി നമ്മളെ എങ്ങനെയാണ് നമ്മള് കുറ്റപ്പെടുത്തും? ഓ, അങ്ങേരങ്ങനെ നോക്കുന്ന ഒരാളൊന്നും അല്ല, നമ്മളെ കൂടുതൽ വിഷമിപ്പിക്കുമെന്നു അല്ലേ? ഇല്ല ഇല്ല, അങ്ങനെ പറയില്ല, നമ്മള് പറയില്ല. പക്ഷെ അങ്ങനെയാണ് ഹരേ കൃഷ്ണ എല്ലാവർക്കും. ഹരേ കൃഷ്ണ. പ്രിയാജി വന്നിട്ട് പ്രിയാജി പെട്ടെന്ന് പോയി അല്ലേ? പ്രിയാജി കുറെ നേരം ഇരുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഞാൻ ജസ്റ്റ് പുറത്തുനിന്ന് വന്നല്ലോ, ഒരു ചായ ഇടാനുള്ള ടൈം തരണം പ്രഭു. ഓക്കെ, ഓൺലൈനിൽ കൊണ്ടുവന്നോളൂ, പൊയ്ക്കോളൂ. ഓക്കെ, അപ്പൊ ശരി. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരൂപേച്ഛ കൃപാ സിന്ധൂഭ്യോ പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഏകം ശാസ്ത്രം എന്ന് പറഞ്ഞേ. एकं शास्त्रं देवकीपुत्रगीतम् एको देवो देवकीपुत्र एव एको मन्त्र तस्य नामानि यानि कर्माभि एकं तस्य देवस्य सेवा त्वमेव माता च पिता त्वमेव त्वमेव बन्धुश्च सखा त्वमेव त्वमेव विद्या द्रविणं त्वमेव त्वमेव सर्वं मम देवदेव कृष्णाय वासुदेवाय हरे परमात्मने क्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकी नन्दनाय नन्दगोपकुमाराय गोविन्दाय नमो नमः वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं कात्यायनी महामाया महायोगी नन्दगोपसुतं देवी पतिं मे कुरुते नमः श्रीकृष्ण शरणं मम दासोऽहं हरे कृष्ण 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 हरे हरे राम ഹരേ ഹരേ. വളരെ സന്തോഷം. ഹരേ കൃഷ്ണ. ഞാൻ 5 മിനിറ്റ് അങ്ങോട്ട് കയറും കേട്ടോ. നെക്സ്റ്റ് വെനസ്ഡേ